ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു വിദാദ് ലേണിംഗ് ഹബ്ബ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്രൈം ആൻഡ് സൊസൈറ്റിയിലെ മൂന്നാമത്തെ ചാപ്റ്ററായ വൈറ്റ് കോളാർ ക്രൈം എന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഈ പുസ്തകത്തിൽ കുറച്ച് വിശാലമായി ചർച്ച ചെയ്യുന്ന ചാപ്റ്ററാണ് വൈറ്റ് കോളാർ ക്രൈം എന്നുള്ളത്. അപ്പോൾ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഭാഗങ്ങൾ കൃത്യമായി പറഞ്ഞ് മറ്റു പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഭാഗങ്ങൾ കുറച്ച് പെട്ടെന്ന് തന്നെ പറഞ്ഞ് നമ്മൾ തീർക്കുന്നതാണ്. അപ്പോൾ ആദ്യമായി വൈറ്റ് കോളാർ ക്രൈമിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനിലേക്ക് പോകുമ്പോൾ, ആദ്യമായി വൈറ്റ് കോളാർ ക്രൈം എന്ന് പറഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിയിലുള്ള കുറച്ച് ഉയർന്ന ക്ലാസ്, അതായത് നല്ല പ്രൊഫഷണൽസായ അല്ലെങ്കിൽ നല്ല സ്കില്ലഡായ എഡ്യൂക്കേറ്റഡ് ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന അവർ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളെയാണ് വൈറ്റ് കോളാർ ക്രൈം എന്ന് നമ്മൾ സൂചിപ്പിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് എഡ്വിൻ സദർലാൻഡ് എന്നൊരു ക്രിമിനോളജിസ്റ്റാണ് ഈ ഒരു വൈറ്റ് കോളാർ ക്രൈം എന്നുള്ളൊരു ടേം അവർ മുന്നോട്ട് വെക്കുന്നത് 1939. ഇനി ഈ പാഠത്തിൻ്റെ പല ഭാഗത്തായി അദ്ദേഹത്തെ നമ്മൾ പരാമർശിക്കും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനിൽ പറയാനുള്ളത്. അപ്പോൾ വിവിധ തരം ക്രൈമുകൾ ഇതിൻ്റെ കീഴിൽ വരും. സാമ്പത്തികപരമായിട്ടുള്ള വ്യത്യസ്തമായ ക്രൈമുകളായിരിക്കും ഇതിൻ്റെ കീഴിൽ വരിക, വൈറ്റ് കോളാർ ക്രൈമിൻ്റെ. അപ്പോൾ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ അടുത്തതായി പറയുന്നത് അതിൻ്റെ ഒരു കൃത്യമായ മീനിങ്ങും അതുപോലെ അതിൻ്റെ ഒരു സ്വഭാവം, ആ ഒരു കുറ്റകൃത്യത്തിൻ്റെ സ്വഭാവം എങ്ങനെയാണ്, ഏതൊക്കെ രീതിയിലുള്ള കുറ്റകൃത്യങ്ങളാണ് അതിൻ്റെ കീഴിൽ വരിക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആദ്യമായി വൈറ്റ് കോളാർ ക്രൈമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് കൂടുതൽ വയലൻസ് ഒന്നും ഉണ്ടാവില്ല. അതായത് നമ്മളെന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ആളുകളിൽ നിന്ന് പിടിച്ചു പറിക്കുക അല്ലെങ്കിൽ മോഷ്ടിക്കുക, അങ്ങനത്തെ കൂടുതലായിട്ട് ആളുകളെ വയലൻസ് ഉണ്ടാവില്ല. എന്നാൽ മറിച്ച് ഒരു വലിയ സാമ്പത്തികപരമായിട്ടുള്ള തട്ടിപ്പായിരിക്കും വൈറ്റ് കോളാർ ക്രൈം എന്ന് പറഞ്ഞാൽ. കൂടുതലായിട്ടും പ്രൊഫഷണലായ നല്ല വലിയ കമ്പനികളിൽ, ബാങ്കുകളിലൊക്കെ ഉള്ള വലിയ പ്രൊഫഷണൽസിൻ്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലുള്ള ഈ ക്രൈം, അവർ ചെയ്യുന്ന ക്രൈമിനെയാണ് വൈറ്റ് കോളാർ ക്രൈം എന്ന് പറയുന്നത്. അപ്പോൾ എഡ്വിൻ സദർലാൻഡ് മുന്നോട്ട് വെച്ച ആ ഡെഫിനിഷൻസാണ് നമ്മളിപ്പോൾ പറഞ്ഞു വന്നത്. അപ്പോൾ ഈ ക്രൈമിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു. അതായത് വലിയ ഉയർന്ന ആളുകളായിരിക്കും ഇതിൽ മുൻപന്തിയിൽ ഉണ്ടാവുക. അതുപോലെ തന്നെ അവരുടെ ഒരു പ്രൊഫഷൻ ഉപയോഗിച്ച്, അത് അവരുടെ ഒരു ഒക്കുപ്പേഷൻ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഒരു ജോലി ഉപയോഗിച്ചുകൊണ്ടായിരിക്കും അവരിതിന് ഇറങ്ങി പുറപ്പെടുക. പിന്നെ ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ ഈ ക്രൈം കൂടുതലായി കാണപ്പെടുന്നത് ഡെവലപ്പിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന, അതായത് പൂർണ്ണമായും ഡെവലപ്ഡ് ആവാത്ത രാജ്യങ്ങളിലാണ് ഇത് കൂടുതൽ നടന്നുകൊണ്ടിരിക്കുക. കാരണം കൂടുതൽ ഡെവലപ്പായി കഴിഞ്ഞ രാജ്യങ്ങളിൽ ചിലപ്പോൾ അതിനെതിരെയുള്ള പ്രിക്കോഷൻസും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. അപ്പോൾ അണ്ടർ ഡെവലപ്ഡ് ആയ രാജ്യങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്, ഈ ക്രൈമുകൾ, വൈറ്റ് കോളാർ ക്രൈമുകൾ. ഇനി മിഡിൽ ക്ലാസ് ക്രൈംസ് ഇൻ ഇന്ത്യ. മിഡിൽ ക്ലാസ് ക്രൈം എന്ന് പറഞ്ഞാലും വൈറ്റ് കോളാർ ക്രൈമിനെ സൂചിപ്പിക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഇന്ത്യയിലുള്ള അത്തരത്തിലുള്ള ക്രൈമുകളെ കുറിച്ചിട്ടാണ് ഇനി ചർച്ച ചെയ്യുന്നത്. അതായത് ഇതിൻ്റെ കീഴിൽ വരെ പ്രധാനമായിട്ടും കൊള്ളയടിക്കൽ, അതുപോലെ കൈക്കൂലി, നമ്മളെ ബാങ്കിലുള്ള തട്ടിപ്പുകൾ, മറ്റു ഓൺലൈനായിട്ടുള്ള കമ്പ്യൂട്ടർ മുഖേനയുള്ള തട്ടിപ്പുകളൊക്കെയാണ് ഇതിന് കീഴിൽ വരിക. അപ്പോൾ ഇന്ത്യയിലുള്ള ഒരു ഏകദേശം 4000 കോടിയോളം രൂപ വരുന്ന ഒരു ക്രൈം ഉണ്ടായതിനെ സൂചിപ്പിക്കുന്നതാണ്. പാൻ കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് 4000 കോടികളുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ ഒരു വലിയ തോതിലുള്ള ഓൺലൈൻ തട്ടിപ്പുകളും മറ്റുമൊക്കെ നടന്നതായിട്ടും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിൽ ഇന്ത്യയിലും വളരെ വ്യാപകമായിട്ട് ഈ തട്ടിപ്പുകൾ, വൈറ്റ് കോളാർ ക്രൈമുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അടുത്തതാണ് കോമൺ വേഴ്സസ് മിഡിൽ ക്ലാസ് ക്രൈം. കോമൺ ക്രൈം എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ ആണെങ്കിൽ ബ്ലൂ കോളാർ ക്രൈം എന്ന് പറയാം. അതായത് കോമൺ ക്രൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധാരണ ലോവർ ആയിട്ടുള്ള ആളുകളിൽ നിന്ന്, ഈ പ്രൊഫഷണൽ ആവാത്ത സാധാരണ ജനങ്ങളിൽ നിന്നുണ്ടാകുന്ന കുറ്റകൃത്യങ്ങൾ. അപ്പോൾ അവർ തട്ടിപ്പ് നടത്തുക, അതായത് ഇപ്പോൾ അവർ മോഷ്ടിക്കുന്നത് പോലെ, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന റോബറി, അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് കോമൺ ക്രൈം എന്ന് പറയുന്നത്. മിഡിൽ ക്ലാസ് ക്രൈം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ വൈറ്റ് കോളാർ ക്രൈമിനെയാണ് മിഡിൽ ക്ലാസ് ക്രൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിൻ്റെ കാരണങ്ങൾ, ജനസിസ് ഓഫ് വൈറ്റ് കോളാർ ക്രൈം, ഇത് ചെയ്യാനുള്ളവർക്കുള്ള മോട്ടീവ്, ഇതിന് വേണ്ടിയുള്ള റീസണുകൾ എന്തൊക്കെയാണെന്നാണ് ചർച്ച ചെയ്യുന്നത്. ഒന്നാമത് മനസ്സിലാക്കുന്നത് പോലെ ഗ്രീഡ് പറഞ്ഞാൽ ഏതൊരു ആൾക്കും കൂടുതൽ സമ്പാദിക്കാനുള്ള ഒരു അത്യാഗ്രഹമൊക്കെ ഉണ്ടാവും. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യും, കൂടുതൽ സമ്പാദിക്കുക അല്ലെങ്കിൽ കൂടുതൽ ക്യാഷ് ഉണ്ടാക്കുക എന്നുള്ള നിലയ്ക്കുള്ള ഒരു മോട്ടീവ് ഇതിൻ്റെ പിന്നിലുണ്ട്. മറ്റൊന്നാണ് ഈസി ആൻഡ് സ്വിഫ്റ്റ് പ്രൊലോങ് എഫക്റ്റ്. അതായത് ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ടെക്നോളജിയും മറ്റുമൊക്കെ അധികരിച്ചത് കൊണ്ട് തന്നെ ഇതിന് ആവശ്യമായിട്ടുള്ള കൂടുതലുള്ള സാങ്കേതിക വിദ്യകൾ ഉണ്ടായതുകൊണ്ട് തന്നെ അത് അതിനുള്ള കാരണമാണ്. മറ്റൊന്നാണ് കോമ്പറ്റീഷൻ. അതായത് ഇപ്പോൾ ഈ കാലത്ത് കൂടുതൽ സമ്പത്തുള്ള ആളുകളായിരിക്കുമല്ലോ കൂടുതൽ നാട്ടിൽ വലിയൊരു സ്റ്റാറ്റസ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഒരു സർവൈവിന് വേണ്ടി നമ്മളെന്ത് ചെയ്യും, ഒരു കോമ്പറ്റീഷനായി കണ്ടിട്ട്
ഇത്തരത്തിലുള്ള ക്രൈമുകൾ ആളുകൾ ചെയ്യും. അതുപോലെ തന്നെ ലാക്ക് ഓഫ് സ്ട്രൈറ്റ് ആൻഡ് ലോസ്, അതായത് ഇത്തരത്തിലുള്ള ക്രൈമുകൾക്കെതിരെ ശക്തമായ നിയമങ്ങളില്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ഉള്ള നിയമങ്ങൾ കൃത്യമായി നടപ്പിലാക്കാത്തത് കൊണ്ടും ആളുകൾ ഇതിലേക്ക് വരും. പിന്നെ മോഡേൺ ടെക്നോളജി, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ടെക്നോളജിയുടെ ഒരു ആഗോളതലത്തിൽ ടെക്നോളജി വർദ്ധിച്ചത് കൊണ്ട് തന്നെ ആളുകൾ ഇത്തരത്തിലുള്ള ക്രൈമുകൾ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് കോവിഡ് പാൻഡമിക് ഉണ്ടായ സമയത്തൊക്കെ പല മേഖലയിൽ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടൊക്കെ ആളുകൾ എന്ത് ചെയ്തു, ഓൺലൈനായിട്ട് തട്ടിപ്പുകൾ നടത്തി എന്നാണ് പറയുന്നത്. കോവിഡിൻ്റെ ടൈമിൽ നമ്മൾ പറഞ്ഞത് എന്താ വെച്ചാൽ മെഡിക്കലായിട്ട്, അതായത് മെഡിക്കൽ മേഖലയിൽ വരെ അത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടന്നിരുന്നു എന്ന്. പിന്നെ മറ്റൊരു കാരണമാണ് ലാക്ക് ഓഫ് അവയർനെസ്. ആളുകൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൃത്യമായി ഈ തട്ടിപ്പുകൾ, വൈറ്റ് കോളർ ക്രൈമുകളെ കുറിച്ചോ മറ്റുള്ള അവയർനെസ് ഇല്ലാത്തത് കാരണത്താൽ ആളുകൾ ഇതിനിരയായി പോകുന്നു. അല്ലെങ്കിൽ അത് ചെയ്താലുള്ള വലിയ കുറ്റകൃത്യങ്ങൾ, അതിൻ്റെ ഒരു പണിഷ്മെൻറ്റുകളെ കുറിച്ചോ മറ്റു നിയമങ്ങളെക്കുറിച്ചോ മനസ്സിലാക്കാത്തത് കൊണ്ടും ആളുകൾ ഇത് ചെയ്യുന്നു എന്നൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇതിൻ്റെ നെസസിറ്റി പറയുന്നുണ്ട്, അതായത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ചിലപ്പോൾ ആളുകൾ പേഴ്സണലായിട്ടുള്ള ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ ഫാമിലിയുടെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്ത് മുന്നോട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും മോട്ടീവ്നെസ്സും ഇതിൻ്റെ പിന്നിലുണ്ടാവും. പിന്നെ പറയുന്നത് എന്താ വെച്ചാൽ ഈ വൈറ്റ് കോളർ ക്രൈമുകൾ അധികം അങ്ങനെ പിടിക്കപ്പെടാറില്ല, അതിന് പണിഷ്മെൻറ്റ് കൃത്യമായി ലഭിക്കാറില്ല. കാരണം ജുഡീഷ്യറിയുടെ ഭാഗത്ത് നിന്ന് ചിലപ്പോൾ ഭയങ്കര ലാഗായിട്ടായിരിക്കും ഇതിൻ്റെ വിധി വരിക. അപ്പോഴത്തേക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ആളുകൾ കുറേ കാലങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ അത്തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ പോലീസുകാരോ അതുമായി ബന്ധപ്പെട്ട ഒഫീഷ്യൽസോ ഇതിനെ കൃത്യമായി ഈ കേസിനെ കൃത്യമായി ഫോളോ അപ്പ് ചെയ്യാത്തത് കൊണ്ട്, അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഇതിന് പണിഷ്മെൻറ്റ് ലഭിക്കാത്തത് കൂടി ഇതിനുള്ള വലിയ കാരണമാണ്, ആളുകൾ ഈ ക്രൈമിലേക്ക് മുന്നോട്ട് വരാനുള്ള കാരണമാണ്. ഇനി ഇതിനുള്ളൊരു ക്രൊണോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട്, ഇപ്പോൾ ഏത് മുതലാണ് ഈ ക്രൈമുകൾ ആരംഭിച്ചത്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് 1473 ഇംഗ്ലണ്ടിലാണ് ആദ്യമായിട്ട് ഇത്തരത്തിലുള്ളൊരു ക്രൈം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. പിന്നെ അതിനുശേഷം ഇൻഡസ്ട്രിയലൈസേഷനൊക്കെ വന്നതോടുകൂടി വിവിധ രാജ്യങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ക്രൈമുകൾ വന്നു തുടങ്ങി 18-19 നൂറ്റാണ്ടുകളിലായിട്ട്. അതാണ് അതിൻ്റെ ഒരു ക്രൊണോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട്. പിന്നെ അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞാലും ഈ പറഞ്ഞതുപോലെ 19-20 നൂറ്റാണ്ടുകളിലാണ് ഇത് വളരെ വ്യാപകമാവുന്നത്. പിന്നെ എഡ്വിൻ സദർലാൻഡിൻ്റെ ഡെഫിനിഷൻ നമ്മൾ മുമ്പ് പറഞ്ഞു. 1939 അദ്ദേഹം പറഞ്ഞത്, ഇങ്ങനെ ഹൈ സ്റ്റാൻഡേർഡുള്ള ആളുകളാണ് ഈ ക്രൈമിൽ കൂടുതലായിട്ട് ഉണ്ടാവുക, കൂടുതൽ റെസ്പെക്റ്റബിലിറ്റി സൊസൈറ്റിയിലുള്ള ആളുകൾ. പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ഡെഫിനിഷനെ പല ആളുകളും ചെയ്തിട്ടുണ്ട്, എതിർക്കുകയും അതിനെതിരെ ഉള്ള പല സംശയങ്ങളും പ്രകടിപ്പിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡെഫിനിഷനിൽ അദ്ദേഹം ആരാണ് ഇത്തരത്തിലുള്ള ഈ ഹൈ സ്റ്റാറ്റസ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ ആരാണ് അദ്ദേഹം ഉദ്ദേശിക്കണമെന്ന് കൃത്യമായി പരാമർശിച്ചിട്ടില്ല. അല്ലെങ്കിൽ അത് ഏത് തരത്തിലുള്ള ഫിനാൻഷ്യൽ ക്രൈമുകളാണെന്നൊക്കെ അദ്ദേഹം കൃത്യമായി പരാമർശിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ സദർലാൻഡിൻ്റെ ഡെഫിനിഷനെ എതിർക്കുന്നവരും അതിൽ സംശയം പ്രകടിപ്പിക്കുന്നവരുണ്ട്. ഇനി അടുത്തത് ഡിഫറൻസ് ബിറ്റ്വീൻ വൈറ്റ് കോളർ ക്രൈം ആൻഡ് ബ്ലൂ കോളർ ക്രൈം. മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഈ മിഡിൽ ക്ലാസ്, അതായത് നല്ല പ്രൊഫഷണൽസായ ആളുകൾ, ഇപ്പോൾ അമേരിക്കയിലൊക്കെ ഈ ബ്ലൂ കോളർ ക്രൈം കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത് ജോലിക്ക് ആവശ്യമുള്ള ആളുകൾ, ഫിസിക്കലി ജോലി ചെയ്യാൻ താല്പര്യമുള്ള ആളുകളെ കുറിച്ചിട്ടൊക്കെയാണ്. അതായത് സാധാരണക്കാരായ ആളുകൾ അവർ ക്രൈം ചെയ്യുമ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ബ്ലൂ കോളർ ക്രൈം എന്ന് പറയുന്നത്. കുറച്ച് പ്രൊഫഷണൽസായ ആളുകളാകുമ്പോൾ ഇതിനെ നമ്മൾ വൈറ്റ് കോളർ ക്രൈം എന്ന് പറയുന്നു. പിന്നെ മെൻസ്രി എന്നൊക്കെ സൂചിപ്പിക്കുന്നത് എന്താ വെച്ചാൽ ആളുകളുടെ മെൻ്റലായിട്ടുള്ള കുറേ സാഹചര്യങ്ങൾ ചിലപ്പോൾ അവരത്തരത്തിലുള്ള ബ്ലൂ കോളർ ക്രൈമിന് വേണ്ടി പ്രേരിപ്പിക്കുന്നു. അതായത് അങ്ങനെ സാധാരണക്കാരായ ആളുകൾ ചിലപ്പോൾ അവരുടെ മെൻ്റലി ആയിട്ടുള്ള അവരുടെ കാരണങ്ങൾ കൊണ്ട് അവർ ചിലപ്പോൾ ക്രൈം ചെയ്തേക്കാം. അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി, ഇപ്പോൾ നല്ല പാവപ്പെട്ട ഒരു പവേർട്ടിയൊക്കെ ഉണ്ടാകും അവർക്ക്. അപ്പോൾ അവർ അത്തരത്തിലൊക്കെ വേണമെങ്കിൽ സാധാരണക്കാരായ ആളുകൾ ക്രൈമിന് വേണ്ടി മുന്നോട്ട് വരും, ക്രൈം ചെയ്യാൻ. പക്ഷേ ഈ മെൻസ്രിയ എന്നുള്ളത് നമ്മളെ വൈറ്റ് കോളർ ക്രൈമിൻ്റെ വിഷയത്തിൽ ഉണ്ടാവില്ല. പിന്നെ മറ്റൊന്നാണ് ഡയറക്റ്റ് ആക്സസ് ടു ടാർഗറ്റ്. ഇവർ രണ്ട് ടീമും തമ്മിലുള്ള വ്യത്യാസപ്പെട്ടാണ് നമ്മുടെ വൈറ്റ് കോളർ ക്രൈം ചെയ്യുന്ന ആളുകൾക്ക് പെട്ടെന്ന് അവരുടെ ടാർഗറ്റിലേക്ക് എത്തിപ്പെടാൻ പറ്റും. അതായത് അവർ വലിയൊരു ടെക്നോളജി ഉപയോഗിച്ച് വലിയൊരു സമൂഹത്തിലേക്ക് അവർക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തികമായ തട്ടിപ്പുകൾ നടത്താൻ സാധിക്കുന്നു വൈറ്റ് കോളർ ക്രിമിനൽസിന്. പിന്നെ വാലിഡ് ഒഫൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ വൈറ്റ് കോളർ ക്രൈമിൽ ഇതിൻ്റെ ഇരയെക്കുറിച്ച് കൂടുതൽ അറിയില്ല. കാരണം അവർ ടെക്നോളജിക്കലി നെറ്റ്വർക്ക് ഉപയോഗിച്ച് ചെയ്യുന്നതാണല്ലോ. എന്നാൽ ബ്ലൂ കോളർ ക്രൈം ആകുമ്പോൾ ചിലപ്പോൾ അവർ റോബറിയൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ ഇരയായിട്ട് നേരിട്ടുള്ളൊരു കോണ്ടാക്റ്റ് ഉണ്ടാവുന്നു. ഇത് ആരുടെ നിന്നാണ് അവർ മോഷ്ടിക്കുന്നത് അല്ലെങ്കിൽ തട്ടിപ്പ് നടത്തുന്നത്, അവരുമായിട്ട് ചിലപ്പോൾ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഉണ്ടാവും ബ്ലൂ കോളർ ക്രൈമിൽ. പിന്നെ പൊളിറ്റീഷ്യൻസിൻ്റെ ഇൻവോൾവ്മെൻ്റ് ആണ്.
അതായത് ഇത്തരത്തിലുള്ള കുറ്റവാളികൾക്ക് എന്തുണ്ടാവും, പൊളിറ്റീഷ്യൻസ് രാഷ്ട്രീയക്കാരുമായിട്ട് ചിലപ്പോൾ നേരിട്ട് ബന്ധങ്ങളുണ്ടാവും. പിന്നെ ഗ്രേറ്റർ ഹാം, അതായത് ഈ ബ്ലൂ കോളർ ക്രൈം മറ്റേതിനോട് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ വൈറ്റ് കോളർ ക്രൈമിന് കൂടുതലായിട്ടുള്ള വലിയ നാശനഷ്ടങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും, വലിയ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ സൊസൈറ്റിയിൽ ഉണ്ടാക്കാൻ സാധിക്കും. ഇനി ഇമ്പാക്ട്സ് ഓഫ് വൈറ്റ് കോളർ ക്രൈം, ഇതുണ്ടായിക്കഴിഞ്ഞാൽ എന്തൊക്കെ ഇമ്പാക്റ്റുകൾ ഉണ്ടാവുന്നു. നമുക്കറിയുന്നത് പോലെ തന്നെ ഒരു കമ്പനിയിലാണ് ഇപ്പോൾ ഈ ക്രൈം കമ്പനിയുമായി ബന്ധപ്പെട്ടാണ് നടന്നതെങ്കിൽ ആ കമ്പനിയിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാവും. കാരണം അതിൻ്റെ ഫിനാൻഷ്യൽ അതിന് ലോസ് വരും, നഷ്ടം വരും. അതുപോലെ അങ്ങനെ നഷ്ടം വരുമ്പോൾ ചിലപ്പോൾ അവരെന്ത് ചെയ്യും, മറ്റു പ്രൊഡക്ട്സിൻ്റെ വില കൂട്ടും. അപ്പോൾ ആളുകൾക്ക് വാങ്ങാനുള്ള ഒരു ഇത് കുറയും കൺസ്യൂമേഴ്സിന്. മറ്റുള്ളവരുടെ എംപ്ലോയീസിൻ്റെ സാലറിയിലൊക്കെ അത് ബാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളുണ്ടാവും. പിന്നെ എംപ്ലോയീസിന് എന്താണ് ഇമ്പാക്റ്റ് എന്ന് വെച്ചാൽ അവർക്ക് എന്ത് ചെയ്യും, അവരുടെ സ്ഥാപനത്തിൽ അങ്ങനെ ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ ആ സ്ഥാപനത്തോടുള്ള വിശ്വാസം നഷ്ടപ്പെടും. അവരുടെ ജോലിയെക്കുറിച്ചുള്ള ഒരു സെക്യൂരിറ്റി അവർക്ക് നഷ്ടപ്പെട്ടു പോകും. പിന്നെ ഇനി കസ്റ്റമേഴ്സിന് ഭാഗത്ത് എന്താണെന്ന് ചോദിച്ചാൽ കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യും, അവരുടെ സേഫ്റ്റിയും ക്വാളിറ്റിയെക്കുറിച്ചും ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള സേഫ്റ്റി ക്വാളിറ്റിയെക്കുറിച്ച് അവർക്കും എന്തുണ്ടാവും, ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ സൊസൈറ്റിയിൽ ഇത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. കാരണം ഇത് വലിയ സൊസൈറ്റിയിൽ വലിയ സ്ഥാനമാനങ്ങളുള്ള ആളുകളാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ അത് വലിയ പബ്ലിക്കലി ഒരു എത്തിക്സിനെ അത് ബാധിക്കും, ആളുകളുടെ ഒരു കാഴ്ചപ്പാടിനൊക്കെ അത് ബാധിക്കും. സൊസൈറ്റിയിൽ തന്നെ ഇതിന് വലിയൊരു ഇമ്പാക്റ്റ് വരും. പിന്നെ ലോസ് ഓഫ് കോൺഫിഡൻസ്, അതായത് ആളുകൾക്ക് സിസ്റ്റത്തിലുള്ള നമ്മുടെ ഓരോ മാർക്കറ്റ് സിസ്റ്റത്തിലോ അല്ലെങ്കിൽ ഓരോ ഫിനാൻഷ്യൽ സിസ്റ്റത്തിലുള്ള നമ്മുടെ വിശ്വാസ്യത തകർക്കും, അവരുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടും. പിന്നെ ഇമ്പാക്റ്റ് ഓൺ ഒഫൻഡേഴ്സിന് ചിലപ്പോൾ എന്ത് ചെയ്യും, അതായത് കുറ്റവാളികൾ ഇത് ചെയ്ത ആളുകൾ ചിലപ്പോൾ അവർക്ക് കൃത്യമായ പണിഷ്മെൻറ്റ് കിട്ടാത്തത് കൊണ്ട് അവർ വീണ്ടും അതിന് മുന്നോട്ട് വരും. അപ്പോൾ അതൊരു ഇമ്പാക്റ്റാണ്, അവർ വീണ്ടും അത് ചെയ്യാൻ മുന്നോട്ട് വരും, ലൂപ്പ് ഹോൾസ് അവർക്ക് കിട്ടും. പിന്നെ ഇനി ഇതിൻ്റെ കോൺസിക്വൻസസ്, അപ്പോൾ ഇത്തരത്തിൽ ഇത് ഓരോ ആളുകൾക്ക് ഇത് ബാധിച്ച ആളുകൾക്ക് ആരാണോ ഈ ക്രൈം ആരുമായാണ് ബന്ധപ്പെട്ട് നടന്നത്, അപ്പോൾ അവർക്ക് ഇത് നഷ്ടം സംഭവിച്ച ആളുകൾക്ക് വലിയ കോൺസിക്വൻസസ് ഉണ്ടാക്കും. അവർ ചിലപ്പോൾ ആത്മഹത്യയിലേക്കോ അവർക്ക് സൊസൈറ്റിയിലുള്ള പ്രശ്നങ്ങളൊക്കെ വരും. അത്തരത്തിലൊരുപാട് കോൺസിക്വൻസസും ഇത്തരത്തിലുള്ള ക്രൈമുകളെ കൊണ്ടുണ്ട്. ഇനി പ്രൊജക്റ്റ് റിപ്പോർട്ട് ഓൺ വൈറ്റ് കോളർ ഇൻ ഇന്ത്യ, ഇത്തരത്തിലുള്ള വൈറ്റ് കോളർ ക്രൈമുകൾ ഇന്ത്യയിൽ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പഠനം നടത്തുകയും പിന്നെ അതുമായി ബന്ധപ്പെട്ട പ്രൊജക്റ്റുകളെ കുറിച്ചിട്ടാണ് ഇനി പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് 1964 ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ഒരു കമ്മിറ്റി, അതായത് സന്താനം കമ്മിറ്റി എന്ന് പറയുന്നൊരു കമ്മിറ്റി രൂപീകരിക്കുകയും അതിന് കീഴിൽ അവർ ഇത്തരത്തിലുള്ള ക്രൈമുകളെ കുറിച്ച് പഠനം നടത്തി അങ്ങനെ ഒരു പുതിയ കമ്മീഷൻ, സെൻട്രൽ വിജിലൻസ് കമ്മീഷനൊക്കെ നിയമിച്ചു. അതുപോലെ പിന്നെ അതിനുശേഷം 1963 ഇത്തരത്തിലൊരു കമ്മിറ്റി നിയമിച്ചിരുന്നു. അപ്പോൾ ആ കമ്മിറ്റിക്ക് കീഴിൽ അവരെന്ത് ചെയ്തു, ഒരു കമ്പനിയെ കുറിച്ചിട്ട്, അതായത് ദാൽമിയ ജെയിൻ കമ്പനീസ് എന്ന് പറയുന്ന ഒരു കമ്പനി, അതുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയ തട്ടിപ്പുകളെ കുറിച്ച് പഠിക്കുകയും അങ്ങനെ അവർ ടാക്സും മറ്റുമൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് ഫൈനാൻഷ്യലായിട്ടുള്ള ഒരുപാട് തട്ടിപ്പുകൾ നടത്തിയിരുന്നു. അപ്പോൾ അത് കണ്ടെത്തുകയും ചെയ്തു. പിന്നെ മുന്തറ കമ്മീഷൻ എന്ന് പറയുന്ന അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതായത് ആ മുന്തറ കേസിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അവർ പബ്ലിക് ഫണ്ട് ഉപയോഗിച്ചിട്ട് ഒരുപാട് പബ്ലിക് ഫണ്ടിനെ അവരെന്ത് ചെയ്തു, ഒരുപാട് മിസ്യൂസ് ചെയ്തു. അപ്പോൾ ആ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ചെറിയ പഠനം നടന്നിട്ടുണ്ട്. പിന്നെ ദാസ് കമ്മീഷൻ റിപ്പോർട്ടാണ് 1964. അതിൽ പറയുന്നത് പഞ്ചാബിലെ മുഖ്യമന്ത്രിയായിരുന്ന പ്രതാപ് സിംഗ് അദ്ദേഹം നടത്തിയ പൊളിറ്റിക്കലായിട്ടുള്ള പല മിസ്യൂസുകളെ കുറിച്ചിട്ടാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. അങ്ങനെ വ്യത്യസ്ത പഠനങ്ങൾ ഇന്ത്യയിൽ വൈറ്റ് കോളർ ക്രൈമുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. ഇനി ടൈപ്സ് ഓഫ് വൈറ്റ് കോളർ ക്രൈം ഇൻ ഇന്ത്യ, അപ്പോൾ നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോവുക. അതായത് ഇന്ത്യയിൽ ഏതൊക്കെ തരത്തിലുള്ള ക്രൈമുകളാണ് നടന്നത്. ബ്ലാക്ക് മെയിലാണ് ഒന്നാമത്തെ, അതായത് ആളുകളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ അവർ ജോലി ചെയ്യുന്ന കമ്പനിയുടെ ഡീറ്റെയിൽസോ ഒക്കെ പുറത്തു വിടുന്നു, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യും, ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്താറുണ്ട്. അതുപോലെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട്, അതാണ് ക്രെഡിറ്റ് കാർഡ് ഫ്രോഡ്സ്. അതായത് ക്രെഡിറ്റ് കാർഡ് ഫ്രോഡ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പാൻ കാർഡ് മറ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യും, തട്ടിപ്പുകൾ, മറ്റൊരാളുടെ പാൻ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് തട്ടിപ്പ് നടത്തുക, അത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കാറുണ്ട്. പിന്നെ കറൻസി സ്കീം, നമ്മുടെ രാജ്യത്തിൻ്റെ രൂപയുടെ മൂല്യം ഉയരുന്നതുമായി ബന്ധപ്പെട്ടിട്ട്
അത് പ്രെഡിക്റ്റ് ചെയ്തിട്ടും മറ്റുമൊക്കെ ആയിട്ട് പല തട്ടിപ്പുകൾ ആളുകൾ നടത്തും. ആളുകളേക്കൊന്ന് കൂടുതൽ ഫണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുക, അതുപോലെ മറ്റു ഡെപ്പോസിറ്റ് ആയിട്ടൊക്കെ അവർ മേടിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന തട്ടിപ്പുകളുണ്ട്. ഇനി അടുത്ത ഹെഡിങ്ങാണ് നോർമൽ കൈൻഡ്സ് ഓഫ് ക്യാഷ് പ്ലാൻസ് ഇൻ ഇന്ത്യ. ഇത്തരത്തിലുള്ള പണമിടപാടുകളുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നടക്കുന്ന നോർമലായിട്ടുള്ള കുറ്റകൃത്യങ്ങളാണ്. അപ്പോൾ ഇത് ആദ്യം പറയുന്നത് പ്ലാൻസ് ഇൻക്ലൂഡിങ് സെറ്റിൽമെൻറ്റ് ഹെഡ് ഓഫ് ടൈം ഓഫ് ചാർജ്. അതായത് ചിലപ്പോൾ ഒരു കാര്യം എന്ത് ചെയ്യുക, അവർ നമ്മൾ കുറച്ച് പൈസ ആദ്യം അടക്കാൻ പറയും അഡ്വാൻസ് ആയിട്ട്, എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഡെപ്പോസിറ്റൊക്കെ ആയിട്ട് എന്ത് ചെയ്യും, പൈസ ആദ്യം അടക്കാൻ പറയും. എന്നിട്ട് അത് നിങ്ങൾക്ക് രണ്ടിരട്ടിയായിട്ട് അതിൻ്റെ അതിൻ്റെ മറിച്ച് നിങ്ങൾക്ക് രണ്ടിരട്ടി അങ്ങോട്ട് കിട്ടും എന്നൊക്കെ പറയും. അത്തരത്തിൽ ആളുകൾ എന്ത് ചെയ്യുക, പറഞ്ഞു പറ്റിച്ചുകൊണ്ട് നടത്തുന്ന ക്രൈമുകളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത്. അതായത് അഡ്വാൻസ് ആയിട്ട് അവരെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ മേടിക്കും, എന്നിട്ട് അതിൻ്റെ ഇൻവെസ്റ്റ് ചെയ്തതിനു ശേഷം അതിൻ്റെ രണ്ടിരട്ടിയൊക്കെ അങ്ങോട്ട് നൽകാമെന്ന് പറഞ്ഞിട്ട് ആളുകൾ ക്രൈം നടത്തും. ഇതാണ് ഇതിൽ ഉൾപ്പെടുന്നത്. മറ്റൊന്നാണ് എൻജിൻ കമ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട ട്രിക്ക്. അതിലെന്താണ് ഉൾക്കൊള്ളുന്നതെന്ന് ചോദിച്ചാൽ ഇവരെന്ത് ചെയ്യും, ഫേക്കായിട്ടുള്ള വെബ്സൈറ്റുകൾ സ്ഥാപിക്കും. അങ്ങനെ ഫേക്കായിട്ടുള്ള വെബ്സൈറ്റുകൾ സ്ഥാപിച്ചിട്ട് അതെന്ത് ചെയ്യും, ആളുകൾ അതിലേക്ക് ഇപ്പോൾ തട്ടിപ്പ് നടത്തും. പല ആളുകളെയും ബന്ധപ്പെട്ട് കോൺടാക്ട് ചെയ്തുകൊണ്ട് അതിലേക്ക് പണം ഡെപ്പോസിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ആ ഫേക്ക് അക്കൗണ്ടിലൂടെ, ഫേക്ക് വെബ്സൈറ്റിലൂടെ അവർ പണം തട്ടിയെടുക്കും. പിന്നെ അബ്സോർബ്ഡ് പ്രൊട്ടക്ഷൻ ട്രിക്ക്, അതായത് നമ്മുടെ പല സെക്യൂരിറ്റീസും മറ്റാളുകൾക്ക് അതിനെ വിറ്റുകൊണ്ട് പുറത്തേക്ക് അയച്ചുകൊണ്ടൊക്കെ ആയിട്ട് നടത്തുന്ന തട്ടിപ്പുകൾ. അങ്ങനെ ഇത്തരത്തിൽ വിവിധ തരം തട്ടിപ്പുകൾ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. പിന്നെ ട്രിക്സ് ഇൻ ദി അൺഫെമിലിയർ ട്രേഡ് മാർക്കറ്റ്, അതായത് നമ്മളെ കറൻസികളൊക്കെ നമ്മൾ ട്രേഡ് മാർക്കറ്റിലൂടെയൊക്കെ കറൻസി എക്സ്ചേഞ്ചിങ്ങും മറ്റുമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് നമ്മൾ പല വിദേശത്തുള്ള കമ്പനികളോ മറ്റൊക്കെ ആയിട്ട് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ വിദേശ ട്രേഡ് മാർക്കറ്റ് സൈറ്റുകളും വെബ്സൈറ്റും ഒക്കെ ആയിട്ട് പരസ്പരം ഇല്ലീഗലായ രീതിയിൽ അത്തരത്തിലുള്ള ട്രേഡ് മാർക്കറ്റിലേക്ക് ഏർപ്പെടുക. അപ്പോൾ അത്തരത്തിലുള്ള ക്രൈമുകൾ നടക്കാറുണ്ട്. പിന്നെ സീവാർഡ് കോൺട്രിബ്യൂട്ടിങ് ട്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടാക്സ് ഒഴിവാക്കാനൊക്കെ വേണ്ടിയിട്ട്, ഇപ്പോൾ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് നമ്മൾ പൈസയൊക്കെ അയക്കുമ്പോൾ അതിൽ ടാക്സും മറ്റൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പലതരം ക്രൈമുകൾ, അത്തരത്തിലുള്ള ക്രൈമുകൾ നടക്കാറുണ്ട്. പിന്നെ ട്രിക്ക് അഗെയിൻസ്റ്റ് ബെനിഫിറ്റ്സ് ഓഫ് റിട്ടയർ, അതായത് റിട്ടയർ ആയ വലിയ പ്രൊഫഷണൽസ് ആയ ആളുകൾ, അപ്പോൾ അവരുടെ കയ്യിൽ അവരുടെ അക്കൗണ്ടിലേക്ക് ഒരുപാട് പൈസകൾ വരുമല്ലോ. അപ്പോൾ അത് അവരെ കബളിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യും, മറ്റേ അക്കൗണ്ടിലേക്ക് മാറ്റാൻ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ കൂടുതൽ നിങ്ങളുടെ പൈസ അല്ലെങ്കിൽ അതിന് ഡെപ്പോസിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് മറ്റേ അക്കൗണ്ടിലേക്കൊക്കെ മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് ഫേക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അവർക്ക് കൊടുക്കുക. അത്തരത്തിൽ അവരുടെ പൈസകൾ തട്ടിപ്പ് നടത്തുന്നതിനെ കുറിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ട്രിക്ക് അഗെയിൻസ്റ്റ് ബെനിഫിറ്റ്സ് ഓഫ് റിട്ടയർ എന്ന് പറയുന്നത്. പിന്നെ ടു ഫോർ ട്രിക്ക് കാരണം ഒരു വട്ടം ഇത്തരത്തിൽ ക്രൈമുകൾക്ക് ഇരയായ ആൾ വീണ്ടും ചിലപ്പോൾ എന്ത് ചെയ്യും, അതിന് വീണ്ടും പാത്രമായേക്കാം. ചിലപ്പോൾ വീണ്ടും അദ്ദേഹം അത്തരത്തിലുള്ള ക്രൈമിൽ ചെന്ന് ചാടും. അപ്പോൾ അതിനാണ് ടു ഫോർ ട്രിക്ക് പറയുക. അപ്പോൾ അത്തരത്തിലുള്ള ക്രൈമുകൾ നടക്കാറുണ്ട്. പിന്നെ ട്രിക്ക് ബൈ ബിൽഡിങ് എ റിലേഷൻഷിപ്പ്, ആളുകളുമായിട്ട് കൂടുതൽ സൗഹൃദവും റിലേഷൻഷിപ്പും സ്ഥാപിച്ചിട്ട് ആ വിശ്വാസത്തിൻ്റെ പുറത്ത് എന്ത് ചെയ്യും, അവരുടെ ഡാറ്റാസൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് തട്ടിപ്പുകൾ നടക്കാറുണ്ട്. ഇനി അടുത്തതാണ് ദ ആക്ട് ഓഫ് എംബസൽമെൻറ്റ്, അതായത് ചിലപ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യും, അവരുടെ സ്വത്തോ അല്ലെങ്കിൽ പ്രോപ്പർട്ടിയൊക്കെ മറ്റാളുകൾക്ക് എന്ത് ചെയ്യും, അവർക്ക് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ കൊടുക്കും. അപ്പോൾ ആ കൊടുക്കുന്ന സമ്പത്ത് പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട് ഇവർ നിയമപരമല്ലാത്ത രീതിയിൽ ഇല്ലീഗലായിട്ട് പല രീതിയിലുള്ള ബിസിനസ്സും മറ്റൊക്കെ നടത്തും പല ആളുകളായിട്ട്. അപ്പോൾ അതിൻ്റെ കീഴിൽ വരുന്നതിനെ കുറിച്ചിട്ടാണ് ദ ആക്ട് ഓഫ് എംബസൽമെൻറ്റ് എന്ന് പറയുക. അപ്പോൾ അത് പല രീതിയിൽ സംഭവിക്കാറുണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ. ഇനി അടുത്തത് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടുള്ള കൊള്ളകളാണ്. അതായത് പല ഫേക്കായിട്ടുള്ള അക്കൗണ്ടുകൾ ഉണ്ടാക്കിയിട്ടോ, അല്ലെങ്കിൽ നമ്മൾ ഇൻഷുറൻസ്, നമ്മുടെ വാഹനത്തിന് ഇൻഷുറൻസ് ഉണ്ടാവും, ഇഞ്ചുറി പറ്റിയാൽ അല്ലെങ്കിൽ ആക്സിഡൻ്റ് ആയാൽ. അപ്പോൾ അത്തരത്തിൽ ഫേക്കായ രീതിയിൽ അത്തരത്തിലുള്ള ഡോക്യുമെൻറ്റ്സും മറ്റൊക്കെ ഉണ്ടായിക്കൊണ്ട് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഒരുപാട് ക്രൈമുകൾ നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാവാറുണ്ട്. പിന്നെ കിക്ക് ബാക്ക് ഫ്രോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൈക്കൂലിയൊക്കെ കൊടുക്കും. ചിലപ്പോൾ നമ്മൾ വർക്കുകൾ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റു നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിന് മറ്റു സ്ഥാപനങ്ങൾക്ക് നമ്മൾ കൈക്കൂലി കൊടുത്തുകൊണ്ട് ആളുകൾ എന്ത് ചെയ്യും, തട്ടിപ്പുകൾ നടത്താറുണ്ട്, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാറുണ്ട്. പിന്നെ അടുത്താണ് റാക്കറ്റിംഗ്. റാക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ ഇല്ലീഗലായിട്ട് നടത്തുന്ന എല്ലാ കുറ്റകൃത്യങ്ങൾക്കും നമ്മൾ റാക്കറ്റിംഗ് എന്ന് പറയും. പിന്നെ നമ്മളെ ഓരോ വസ്തുക്കൾ വാങ്ങുന്നതും വിൽക്കുന്നതുമൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കൊള്ളകൾ. ഇപ്പോൾ പല സമയത്തും നമ്മൾ എന്ത് ചെയ്യും, എന്തെങ്കിലും പർച്ചേസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അത് വിൽക്കുമ്പോഴൊക്കെ
അതിലൊരു എന്താണ് മധ്യസ്ഥനായ ഒരാൾ നിന്നുകൊണ്ട് ചിലപ്പോൾ അതിനിടയിൽ പല രീതിയിലുള്ള തട്ടിപ്പുകൾ നടക്കാറുണ്ട് സൊസൈറ്റിയിൽ. പിന്നെ മറ്റൊന്നാണ് എന്താണ് എക്സോഷൻ ഓഫ് ഓവർ കാൾസ്. അതായത് നമ്മൾ ഒരാവശ്യത്തിന് പല ടെലിഫോണിലൂടെയൊക്കെ ആയിട്ട് മറ്റുമൊക്കെ ആയിട്ട് എന്ത് ചെയ്യും, ആളുകളെ കബളിപ്പിക്കുക. ഇപ്പോൾ എന്താണ് പല രീതിയിൽ എന്ത് ചെയ്യും, ഒരാവശ്യത്തിന് വേണ്ടി തന്ന നമ്മുടെ പണം ഉപയോഗിച്ചുകൊണ്ട് ആ മണി എന്ത് ചെയ്യും, വ്യത്യസ്തമായ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്തിനാണോ പൈസ തന്നത് അതിനല്ലാതെ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് തട്ടിപ്പുകൾ നടത്തും. പിന്നെ അടുത്തൊന്നാണ് മിസ്റെപ്രസെൻറ്റേഷൻ ഇൻ വെൽഫെയർ ആക്ടിവിറ്റീസ്. നമ്മൾ ഒരുപാട് സാമൂഹിക പ്രവർത്തനങ്ങൾ നടക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആളുകൾ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ മറ്റു രീതിയിലൊക്കെ എന്ത് ചെയ്യും, പബ്ലിക്കിനെ കബളിപ്പിച്ചുകൊണ്ട് പല രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ നടക്കാറുണ്ട്. പിന്നെ യൂട്ടിലൈസിങ് റോങ് വെയ്റ്റ്സ്, അതായത് കൃത്യമല്ലാത്ത മെഷറുകൾ ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് നടത്തുക. അവർ എന്താണ് കൃത്യതയില്ലാത്ത ഓരോ രീതിയിൽ അവർ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകും. പിന്നെ അടുത്തത് നോർമൽ ടൈപ്സ് ഓഫ് വൈറ്റ് കോളർ ക്രൈംസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഉണ്ടാകുന്ന സാധാരണ തരത്തിലുള്ള ക്രൈമുകളൊന്ന് ബാങ്ക് ഫ്രോഡ്, അതായത് ബാങ്കുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരുപാട് ക്രൈമുകൾ ഇന്ത്യയിൽ നടക്കാറുണ്ട്. തട്ടിപ്പുകൾ, ബാങ്കുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾ വളരെ വ്യാപകമായി നടക്കാറുണ്ട്. പിന്നെ ഇനി അത്തരത്തിൽ ബാങ്കുമായി ബന്ധപ്പെട്ട് നടക്കുന്ന തട്ടിപ്പുകളുടെ വിവിധ തരമാണ് ഇനി പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് മിമിക്കിങ് ആൻഡ് മോണിറ്ററി ഓർഗനൈസേഷൻ. അതായത് ചിലപ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യും, ഇല്ലാത്ത ഒരു ഫേക്കായിട്ടുള്ള ഒരു മോണിറ്ററി ഓർഗനൈസേഷൻ രൂപീകരിച്ചിട്ട് തട്ടിപ്പുകൾ നടത്തും. ചിലപ്പോൾ ഒരു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ള പേരിൽ തന്നെ ചിലപ്പോൾ ഫേക്കായിട്ട് അക്കൗണ്ടും സൈറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് ചിലപ്പോൾ അത്തരത്തിൽ സ്കാം നടത്തും. പിന്നെ മറ്റൊന്നാണ് ചെക്കുകളുടെ, അതായത് ചെക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിലെ ചെക്കുകൾ വിവിധ തരത്തിൽ കൃത്രിമമായിട്ടും മറ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തട്ടിപ്പുകൾ ബാങ്കിൽ നടത്താറുണ്ട്. പിന്നെ ചില ആളുകൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ബാങ്കിൽ നിന്ന് നമുക്ക് ലോൺ കിട്ടാനോ മറ്റോ അഡ്വാൻസ് കിട്ടാൻ എന്ത് ചെയ്യും, ഒരു കൃത്യമല്ലാത്ത പല ഡോക്യുമെൻസും കൊടുത്തുകൊണ്ട് എന്താണ് അവർ വ്യാജമായി നിർമ്മിച്ച ഡോക്യുമെൻസും മറ്റും കൊടുത്തുകൊണ്ടൊക്കെ എന്ത് ചെയ്യും, തട്ടിപ്പുകൾ നടത്താറുണ്ട്. പിന്നെ നമ്മൾ വെബ്സൈറ്റിൻ്റെ കാര്യം മുമ്പ് പറഞ്ഞു, നമ്മൾ എന്താണ് ഫേക്കായിട്ടുള്ള വെബ്സൈറ്റുകൾ ഉണ്ടാക്കിയിട്ട് തട്ടിപ്പ് നടത്തും. പിന്നെ കൈക്കൂലികൾ പലതരത്തിൽ സൊസൈറ്റിയിൽ ഉണ്ടാവാറുണ്ട്. കൈൻഡ്സ് ഓഫ് പേ ഓഫ്, വ്യത്യസ്തമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആളുകൾ പലതരത്തിൽ കൈക്കൂലികളും മറ്റുമൊക്കെ നടത്താറുണ്ട്. പിന്നെ സൈബർ ക്രൈമാണ്, അതായത് നമ്മളെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ടോ ഉള്ള കുറ്റകൃത്യങ്ങൾക്കാണ് സൈബർ ക്രൈം എന്ന് പറയുക. അത് വ്യത്യസ്തമായ രീതിയിൽ നടക്കാറുണ്ട്. പ്രോപ്പർട്ടി, നമ്മുടെ സാമ്പത്തികമായിട്ട് നമ്മുടെ ഓരോ സ്വത്തുക്കൾ അല്ലെങ്കിൽ സമ്പത്തുകളൊക്കെ വിറ്റുകൊണ്ടും മറ്റുമൊക്കെ ആയിട്ട് സൈബർ ക്രൈംസ് നടത്താറുണ്ട്, ട്രേഡ് മാർക്കറ്റായിട്ടൊക്കെ. പിന്നെ നമ്മുടെ വ്യത്യസ്തമായ രീതിയിലുള്ള എന്താണ് ഇത്തരത്തിലുള്ള സൈബർ ക്രൈമുകൾ സൊസൈറ്റിയിൽ നടക്കാറുണ്ട്. പിന്നെ അതേമാതിരി എന്താണ് നമ്മൾ അതിൽ സൂചിപ്പിക്കുന്ന ഒന്നാണ്, മറ്റൊന്നാണ് എന്താണ് സ്ത്രീകൾക്കും മറ്റു എന്താണ് വിവിധ തരത്തിലുള്ള അബ്യൂസുകളും ചൈൽഡ് അബ്യൂസ് പോലത്തെ പല കാര്യങ്ങളും ഈ സൈബറായിട്ട്, അതായത് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നടത്താറുണ്ട്. അപ്പോൾ അതിനെതിരെയുള്ള പോക്സോ ആക്ട് പോലത്തെ ആക്ടുകളും ഗവൺമെൻറ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മറ്റൊന്നാണ് ഡിജിറ്റൽ സ്റ്റാക്കിങ്, അതായത് വളരെ മോശമായ രീതിയിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ വെബ്സൈറ്റ് എന്താണ് നമ്മുടെ സൈബർ ഇടങ്ങളിലൊക്കെ പെരുമാറുക, മോശമായ സ്വഭാവത്തോടെ സ്ത്രീകൾക്കെതിരെ പ്രൊവോക്കേഷൻ ഉണ്ടാക്കിയിട്ട് ഒരു മറ്റു രീതിയിലൊക്കെയുള്ള സൈബർ ആക്രമണങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് ഇത്തരത്തിലുള്ള ക്രൈമുകൾ പെട്ടതാണ്. പിന്നെ ഡിജിറ്റൽ സൈക്കോളജിക്കൽ വാർഫെയർ ആണ്, അതായത് നമ്മുടെ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസും മറ്റുമൊക്കെ എന്ത് ചെയ്യും, അവരുടെ എതിരാളികൾക്കെതിരെയൊക്കെ ചിലപ്പോൾ ഓൺലൈനായിട്ട് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ സൈക്കോളജിക്കൽ വാർഫെയറുകളും നടക്കാറുണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ. പിന്നെ ഇനി ഇത്തരത്തിലുള്ള ഇതിൻ്റെ പല കേസുകളെ കുറിച്ചുകൂടെ പറയുന്നുണ്ട്. ഇങ്ങനത്തെ ക്രൈമുകൾ നടന്ന വിവിധ തരത്തിലുള്ള കേസുകളെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ മറ്റൊരു പ്രശ്നമാണ് ടാക്സുമായി ബന്ധപ്പെട്ടത്, അതായത് നമ്മുടെ ഹവാല എക്സ്ചേഞ്ചൊക്കെ പോലെ സാമ്പത്തികമായിട്ട് ക്യാഷ് തിരിമറി ചെയ്തിട്ടും അതുപോലെ അത് കൈമാറ്റം ചെയ്യുന്നിടത്തൊക്കെ ടാക്സ് വരാതിരിക്കാനൊക്കെ മറ്റുമായി ബന്ധപ്പെട്ട് പല കുറ്റകൃത്യങ്ങളും നമ്മുടെ സമൂഹത്തിൽ നടക്കാറുണ്ട്. ഞാനുള്ള പല ഉദാഹരണങ്ങളോടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മറ്റൊന്ന് ടാക്സ് അവോയ്ഡൻസ്, പലതരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ടാക്സും മറ്റുമൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള പല രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ നടക്കാറുണ്ട്. അപ്പോൾ അതിനെതിരെ പല പണിഷ്മെൻറ്റ് ആക്റ്റുകളും നമ്മുടെ ഗവൺമെൻറ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ വിശദമായിട്ട് പറയുന്നുണ്ട്. ഇനി അടുത്താണ് മിഡിൽ ക്ലാസ് ക്രൈം ഇൻ അതർ പ്രൊഫഷൻസ്. നമ്മൾ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ വൈറ്റ് കോളർ ക്രൈമുകളും അതുപോലെ മിഡിൽ ക്ലാസ് ഉയർന്ന ആളുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന ക്രൈമുകൾ പല രീതിയിലുണ്ട്. അപ്പോൾ അതിന് മെഡിക്കൽ പ്രൊഫഷൻ, മേഖലകളിൽ പല രീതിയിലുള്ള ക്രൈമുകൾ നടക്കാറുണ്ട്.
പിന്നെ ലീഗൽ പ്രൊഫഷൻസ് നമ്മളെ പല രീതിയിലുള്ള ലീഗലായിട്ടുള്ള അഡ്വക്കറ്റുമാരായിട്ടോ അല്ലെങ്കിൽ നിയമവുമായി ബന്ധപ്പെട്ട് വിവിധ തരത്തിലുള്ള തസ്തികയിലുള്ള ആളുകൾ ക്രൈമുകൾ നടത്താറുണ്ട് അവരുടെ പൊസിഷൻ ഉപയോഗിച്ചുകൊണ്ട്. പിന്നെ പ്രൊഫഷൻ എഞ്ചിനീയറിംഗ് പ്രൊഫഷൻ, അതായത് എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ക്രൈമുകൾ. ചിലപ്പോൾ അവരെന്ത് ചെയ്യും, പല രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള മെറ്റീരിയൽസിൽ ചിലപ്പോൾ അവർ തെറ്റായ വിവരങ്ങൾ നൽകും, അത് മറ്റ് തിരിമറി ചെയ്യും. അപ്പോൾ അങ്ങനെ പല രീതിയിലുള്ള പ്രൊഫഷൻസിൽ ഇത്തരത്തിലുള്ള ക്രൈമുകൾ നടക്കാറുണ്ട്. പിന്നെ എഡ്യൂക്കേഷൻ മേഖലയിൽ പ്രത്യേകിച്ച് ഈ കാലത്ത് ഇപ്പോൾ കൂടുതലായിട്ട് എഡ്യൂക്കേഷൻ ഒരു മാർക്കറ്റിംഗ് പോലെ നടത്തിക്കൊണ്ടുവന്നൊരവസ്ഥയിലേക്ക് എഡ്യൂക്കേഷൻ മേഖലയിൽ പല രീതിയിലുള്ള തട്ടിപ്പുകൾ, വൈറ്റ് കോളർ ക്രൈമുകൾ നടക്കാറുണ്ട്. ഇനി എമർജൻസി ഓഫ് വൈറ്റ് കോളർ ക്രൈം ഇൻ ഇന്ത്യയിൽ ഇത് എപ്പോഴാണ് ഉയർന്നു വന്നത്? അപ്പോൾ മനസ്സിലാക്കേണ്ടത് പണ്ട് കാലം മുതൽ ഏൻഷ്യൻ്റ് ടൈം മുതൽ തന്നെ ഇത്തരത്തിലുള്ള ക്രൈമുകൾ പല രീതിയിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ ബ്രൈബറിയുമായിട്ട് അല്ലെങ്കിൽ കൈക്കൂലി മറ്റു കാര്യങ്ങൾ പണ്ട് മുതലേ നടന്നു വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അതുപോലെ പല രീതിയിലുള്ള ക്രൈമുകൾ പണ്ട് കാലം മുതൽ നടക്കുന്നുണ്ട്. നമ്മുടെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് പല ക്രൈമുകൾ നടക്കാറുണ്ട്. പിന്നെ കോയിൻസുമായി ബന്ധപ്പെട്ട്, അതായത് ഫേക്ക് കോയിൻസ് ഒക്കെ ഉണ്ടാക്കിയിട്ട്, പണ്ട് കോപ്പറും സിൽവറൊക്കെ ആയിരുന്നില്ല, അപ്പോൾ അതിൽ ഫേക്ക് കോയിൻസ് ഒക്കെ ഉണ്ടാക്കി ആളുകൾ ക്രൈം നടത്താറുണ്ട്. പിന്നെ ഡെവലപ്മെൻറ്റ് ഇൻ മോഡേൺ ഇയർ, ആധുനിക കാലത്തിലേക്ക് വന്നപ്പോൾ ഇന്ത്യയിൽ പല രീതിയിൽ പുതിയ 2 ക്ലാസ്സുകൾ രൂപപ്പെട്ടു വന്നത്, അതായത് ഇൻഡസ്ട്രിയലിസ്റ്റും പിന്നെ ലോവർ ക്ലാസ്സും എന്ന് പറഞ്ഞിട്ട് 2 ക്ലാസ്സുകൾ തന്നെ രൂപപ്പെട്ടു വന്നു. അപ്പോൾ അത്തരത്തിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള തട്ടിപ്പുകളായിരുന്നു പിന്നീട് മോഡേൺ കാലഘട്ടത്തിൽ വന്നിരുന്നത്. പിന്നെ ഇനി കോർട്ടുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ക്രൈമുകളാണ് പറയുന്നത്. കോർട്ടിൽ നമ്മുടെ കോടതി അല്ലെങ്കിൽ നമ്മുടെ ജുഡീഷ്യറി ഇതിനെതിരെ എന്തൊക്കെയാണ് സ്വീകരിച്ചത്? അതായത് വ്യാപകമായിട്ട് പല രീതിയിൽ ഇത്തരത്തിലുള്ള ക്രൈമുകൾ നടക്കുമ്പോഴും വ്യക്തമായിട്ട് പണ്ട് കാലത്തൊന്നും ഇതിനെതിരെയുള്ള നിയമങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ പല ഡെവലപ്മെൻറ്റും വന്നപ്പോൾ, ടെക്നോളജി അധികരിച്ചപ്പോൾ അതിനെതിരെയുള്ള കോടതിയുടെ ഭാഗത്തു നിന്ന് അതിനെതിരെയുള്ള പല രീതിയിലുള്ള നിയമങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇനി ശേഷമുള്ള ഭാഗത്ത് സൂചിപ്പിക്കുന്നുണ്ട് അത്തരത്തിൽ വന്ന പല നിയമങ്ങൾ, നമ്മുടെ പല ബാങ്കുകളുമായി ബന്ധപ്പെട്ട ഒരുപാട് അന്വേഷണങ്ങൾ നടന്നു, പല രീതിയിലുള്ള സ്ട്രാറ്റജീസ് മുന്നോട്ട് വെച്ചിരുന്നു, പല ആക്റ്റുകൾ, റെഗുലേഷൻസ് അഗെയിൻസ്റ്റ് വൈറ്റ് കോളർ ക്രൈം ഇൻ ഇന്ത്യ, പല ആക്റ്റുകൾ പല രീതിയിൽ പല സൊസൈറ്റിയിൽ പല പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അതിനൊക്കെ അടിസ്ഥാനമാക്കിയിട്ട് പല രീതിയിലുള്ള ആക്റ്റുകൾ മുന്നോട്ട് വെച്ചിരുന്നു. അപ്പോൾ അതിവിടെ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് ഇതിനുള്ള പണിഷ്മെൻറ്റുകളെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് സ്കോപ്പ് ഓഫ് വൈറ്റ് കോളർ ക്രൈം ആണ്. അതായത് നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഇപ്പോൾ സൊസൈറ്റിയിൽ നമ്മുടെ ആധുനിക കാലത്ത് കൂടുതൽ ടെക്നോളജിയും മറ്റും വർദ്ധിപ്പിച്ചതുകൂടെ, അതുപോലെ ഗ്ലോബലൈസേഷനൊക്കെ വന്നതോടുകൂടി കൂടുതൽ ഇതിനുള്ള സ്കോപ്പ് കൂടിക്കുകയാണ്. ക്രൈമുകൾ നടക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കാരണം അത്തരത്തിൽ കൂടുതലായി ടെക്നോളജി വർദ്ധിച്ചതുകൊണ്ട് ആളുകൾക്ക് പല ഭാഗത്തു നിന്ന് പല രീതിയിലുള്ള തട്ടിപ്പുകൾ നടത്താൻ സാധിക്കും. അതുപോലെ നമ്മുടെ നിയമങ്ങൾ പലപ്പോഴും വളരെ ശക്തമല്ല, അല്ലെങ്കിൽ ഇതിനെതിരെയുള്ള നിയമങ്ങൾ കൃത്യമായി നടപ്പിലാക്കാത്തത് കൊണ്ട് തന്നെ ഇത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ വ്യാപകമായിട്ട് ഇത്തരത്തിലുള്ള ക്രൈമുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല രീതിയിലുള്ള റെഗുലേഷൻസ് ഇതുമായി ബന്ധപ്പെട്ട് സൊസൈറ്റിയിൽ ഉണ്ടെങ്കിൽ കൂടി വളരെ വ്യാപകമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ അതുമായി ബന്ധപ്പെട്ട് നടന്ന പല കേസുകളെ കുറിച്ചും ഈ പാഠഭാഗത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. മൊത്തത്തിൽ ആഗോളതലത്തിൽ നടന്ന പല ബാങ്കുകളുടെ തട്ടിപ്പൊക്കെ അതിൽ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇന്ത്യയിൽ നടന്ന വൈറ്റ് കോളർ ക്രൈമുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നടന്ന പല കേസുകളുണ്ട്. അപ്പോൾ അതിൽ ഹർഷദ് മെഹ്ത്ത എന്ന് പറയുന്ന ഒരാളുടെ അദ്ദേഹം നടത്തിയ തട്ടിപ്പിനെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം 5000-ഓളം കോടികൾ വിലമതിക്കുന്ന രീതിയിൽ പല രീതിയിലുള്ള തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത് അത്തരത്തിൽ മറ്റ് പല കേസുകളെ കുറിച്ചും ഈ പാഠഭാഗത്ത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആകത്തുകയായി മനസ്സിലാക്കേണ്ടത് വൈറ്റ് കോളർ ക്രൈം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ ഓൺലൈനായിട്ട് നടക്കുന്ന തട്ടിപ്പുകളും മറ്റൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. കാര്യമായിട്ട് വലിയ പ്രൊഫഷണൽസിൻ്റെ ഭാഗത്ത് നടക്കുന്ന തട്ടിപ്പുകളാണ് കാര്യമായിട്ടും ഈ വൈറ്റ് കോളർ ക്രൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പാഠം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റു കാര്യങ്ങൾ ഇതിൻ്റെ PYQയും മറ്റുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. നമ്മൾ ഇതിൽ പ്രിവെൻറ്റീവ് മെഷേഴ്സ് കൂടി പറയാനുണ്ട്. അതായത് ഇത്തരത്തിലുള്ള ക്രൈമുകൾക്കെതിരെ നമ്മൾ നിയമങ്ങളുണ്ടെന്ന് പറഞ്ഞു, അതോടുകൂടി പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്, പല ഡിപ്പാർട്ട്മെൻറ്റുകളും അതിനെതിരെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് അതിൽ സൂചിപ്പിച്ചത്. അതായത് ഇന്ത്യയിൽ ഇപ്പോൾ CBI ആയും അതുപോലെ ED പോലെ പല രീതിയിലുള്ള ഗവൺമെൻറ് സ്ഥാപനങ്ങളും ഇതിനെതിരെ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഇൻഡിപെൻഡൻ്റായ ബോഡി തന്നെ, അതായത് നാഷണൽ ക്രൈം കമ്മീഷൻ എന്ന് പറഞ്ഞ പോലെ ഒരു പ്രത്യേക ബോഡി തന്നെ ഇത്തരത്തിലുള്ള
ക്രൈമുകൾക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ പ്രിവെൻറ്റീവ് മെഷേഴ്സും നിലനിൽക്കുന്നുണ്ട്. അതായത് ഇതിനെതിരെയുള്ള പ്രതിരോധിക്കാനുള്ള കമ്മിറ്റികളും ഡിപ്പാർട്ട്മെൻറ്റുകളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്.